ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് മോഡൽ ലാബ് വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ലാബ് 2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് എന്ന ലാബിൻ്റെ 4 വ്യത്യസ്ത വെർഷനിലുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചതും ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസറുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജനുവരി മാസം പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും എല്ലാ മാത്തമാറ്റിക്സിൻ്റെ ആശംസകൾ. ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് എന്ന ലാബിൻ്റെ 4 വ്യത്യസ്ത വെർഷനിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്. അതിലെ ആദ്യ വെർഷനായ എ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്റ്റ് എ ജിയോജിബ്ര അപ്ലെറ്റ്. സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ പുതിയൊരു ജിയോജിബ്ര വിൻഡോ എടുത്തതിന് ശേഷം ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. പുതിയൊരു വിൻഡോ എടുക്കുന്നു. നമുക്കറിയാം മോഡ് എക്സിന് പകരം എ ബി എസ് എക്സ് എൻ്റർ ചെയ്തു. സ്ഥിരം നാം ചെയ്യുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നതും നാം ഉദ്ദേശിച്ചതുമായ അതേ ഫംഗ്ഷൻ തന്നെയല്ലേ എൻ്റർ ചെയ്തത് എന്ന് ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഓൾജിബ്രൈക് വ്യൂ പരിശോധിക്കുന്നു. പരിശോധിച്ചപ്പോൾ നാം ഉദ്ദേശിച്ച ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ ലഭിച്ചതെന്ന് കാണാം. തുടർന്ന് ക്രിയേറ്റ് 2 സ്ലൈഡേഴ്സ് എ ആൻഡ് ബി, മിനിമം -5, മാക്സിമം 5, ഇൻക്രിമെൻറ്റ് 0.01. സ്ലൈഡർ ടൂളിൽ നിന്ന് സ്ലൈഡർ 3 തരം സ്ലൈഡറാണുള്ളത്. നമ്പർ, ആംഗിൾ, ഇൻറ്റീജർ. ഡീഫോൾട്ടായിട്ട് നമ്പർ സ്ലൈഡറാണ് വരുന്നത്. അതുപോലെ തന്നെ ആദ്യ സ്ലൈഡർ എ ആയിട്ടും തുടർന്ന് വരുന്നത് ബി ആയിട്ടും വരുന്നു. ഡീഫോൾട്ടായിട്ട് മിനിമം -5, മാക്സിമം 5 എല്ലാം വരുന്നു. ഇവിടെ കൊടുക്കാനുള്ളത് 0.01 ഇൻക്രിമെൻറ്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ വീണ്ടും രണ്ടാമത്തെ സ്ലൈഡറും ഇതേപോലെ ഇൻക്രിമെൻറ്റ് 0.01. ആ സ്ലൈഡർ ഒന്ന് വേണ്ട പൊസിഷനിലൊന്ന് കൊണ്ടുവയ്ക്കുന്നു. തുടർന്ന് draw the graph of the function g of x using the input command g of x equal to f of x plus a plus b. Input baril g of x equal to f of x plus a plus b enter ചെയ്തു. തുടർന്ന് create an input box for f. എഫിന് ഒരു ഇൻപുട്ട് ബോക്സ്. സ്ലൈഡർ ടൂളിൽ ലാസ്റ്റ് ഇൻപുട്ട് ബോക്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്, അബ്സൊല്യൂട്ട് വാല്യൂ എക്സ്. ഇതാണ് ആദ്യമായിട്ട് നാം ചെയ്യേണ്ടത്. ഈ കൺസ്ട്രക്റ്റ് ചെയ്ത അപ്ലെറ്റ് ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി സ്ലൈഡർ എ ഒന്ന് മാറ്റി നോക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എ എന്ന് പറഞ്ഞ സ്ലൈഡർ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റിനും ബി എന്നത് വെർട്ടിക്കൽ മൂവ്മെൻറ്റിനുമാണ് എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇത്രയുമായാൽ അപ്ലെറ്റ് കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞു. കൂടുതൽ ആൻസറൊന്നും അതിൽ എഴുതാനില്ല. അപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് എഴുതുന്നു. ലാബ് 2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് എന്ന് പുതിയ പേജിൽ എഴുതിയതിന് ശേഷം ക്വസ്റ്റ്യൻ നമ്പർ 1 ഇട്ടതിന് ശേഷം അപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ്. ദെൻ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഫിക്സ് ദ വാല്യൂസ് ഓഫ് എ അറ്റ് 0, ബി 2. എ 0യിലേക്ക് നീക്കുന്നു. എ എന്നുള്ളത് 0യിലേക്ക്. അപ്പോൾ എ 0 ആയി. എ 0 ബി 2, ബി 2യിലേക്ക്. ബി 2യിലേക്ക് മാറ്റി. എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു 2. അതും കഴിഞ്ഞു. കമ്പയർ ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് വിത്ത് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എക്സും എഫ് ഓഫ് എക്സും തമ്മിലുള്ള പ്രത്യേകത. ഇവിടെ നമുക്കറിയാം ജി ഓഫ് എക്സ് എന്ന കർവ് എഫ് ഓഫ് എക്സിന് 2 യൂണിറ്റ് വെർട്ടിക്കലി എബവ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്കിവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്
g of x is 2 units vertically above f of x. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് നാം എഴുതേണ്ടത്. g of x is 2 units vertically above f of x. തുടർന്ന് what is the domain of g of x and range of g of x? ഡൊമൈൻ നമുക്കറിയാം. g of xൻ്റെ ഡൊമൈൻ ക്യാപിറ്റൽ R തന്നെയാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഫിഗർ 2 മുതൽ അപ്വേർഡ് മാത്രമേ ഉള്ളൂ, അതായത് 2 to ഇൻഫിനിറ്റി. ഡൊമൈൻ ക്യാപിറ്റൽ R ആണ്, റേഞ്ച് 2 to ഇൻഫിനിറ്റി. അതിലെ രണ്ടാമത്തെ ചോദ്യമായിട്ട് 2ലെ ബി, ഫൈൻഡ് approximate values of a and b so that the graph of g of x coincides with the graph of the function mod x minus 2. g of x എന്ന ഫംഗ്ഷനും mod x minus 2. ഇവിടെ f of x എന്ന് പറഞ്ഞാൽ x ആണ്. എഫും ജിയും തമ്മിലാണ് സ്ലൈഡർ മുഖേന കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇനി g എന്ന ഫംഗ്ഷന് യാതൊരു പ്രസക്തിയുമില്ല. g of x എഫ് ഓഫ് എക്സിന് യാതൊരു പ്രസക്തിയുമില്ല. g of x ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് 2. ഇനി നമുക്ക് മോഡ് എക്സ് മൈനസ് 2ൻ്റെ ഗ്രാഫ് ഒന്ന് വരയ്ക്കാം. എക്സ് മൈനസ് 2. ഇപ്പോൾ മോഡ് എക്സ് മൈനസ് 2 എന്ന ഗ്രാഫ്, അതാണ് നമുക്കിവിടെ പുതുതായിട്ട് വന്ന എച്ച് ഓഫ് എക്സ്. മോഡ് എക്സ് മൈനസ് 2 എന്ന ഗ്രാഫും g of xും കോയിൻസൈഡ് ചെയ്യുമ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ കാണുക എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം എ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആണ്, ബി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ എ എന്നുള്ളത് മാറ്റിക്കഴിഞ്ഞു. തുടർന്ന് ബി വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യുന്നു. ബി വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഇതാ എയും ബിയും കണ്ടെത്തിയ വാല്യൂ ആണ് ഈ ചോദ്യത്തിൽ ആവശ്യമായിട്ട് വരുന്നത്. ഓൾജിബ്രൈക് വ്യൂ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. g of xും h of xും ഇവിടെ ഒരേ രീതിയിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം g of xും മോഡ് എക്സ് മൈനസ് 2ഉം തമ്മിൽ കോയിൻസൈഡ് ചെയ്തു. ഈ സമയത്തുള്ള എയുടെയും ബിയുടെയും വാല്യൂ ആണ് ഈ ചോദ്യത്തിൽ കാണാനുള്ളത്. എയുടെ വാല്യൂ -2, ബിയുടെ വാല്യൂ 0. എയുടെ വാല്യൂ -2, ബിയുടെ വാല്യൂ 0 എന്നതാണ് ആൻസറായിട്ട് എഴുതാനുള്ളത്. ഇനി ഇതിൽ മൂന്നാമത്തെ ചോദ്യം, യൂസിങ് ഇൻപുട്ട് ബോക്സ് ചേഞ്ച് ദ ഡെഫിനിഷൻ ഓഫ് ദ ഫംഗ്ഷൻ റൂട്ട് എക്സ്. ഇനി എച്ച് ഓഫ് എക്സ് ഈ ചോദ്യത്തിന് വേണ്ടി മാത്രം നാം കണ്ടെത്തിയതാണ്, ഡ്രോ ചെയ്തതാണ്. അത് ഇനി ആവശ്യമില്ല. എഫ് ഓഫ് എക്സ് എന്നത് അബ്സൊല്യൂട്ട് വാല്യൂ എക്സ് എന്നുള്ളതിന് പകരം മോഡ് എക്സ് ആക്കി മാറ്റുന്നു. SQRT എക്സ്. ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ജിയും എഫും തമ്മിലാണ് കണക്റ്റഡ്. അതിൽ തന്നെ g of xൻ്റെ ഡൊമൈൻ 1 ഇൻഫിനിറ്റിയും റേഞ്ച് 2 ഇൻഫിനിറ്റിയും വരുമ്പോഴുള്ള എയുടെയും ബിയുടെയും വാല്യൂ കാണുക എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. g of xൻ്റെ ഡൊമൈൻ 1 ഇൻഫിനിറ്റി, g of x നമുക്കറിയാം. g of x, ഈ g of xൻ്റെ ഡൊമൈൻ 1 ഇൻഫിനിറ്റി ആക്കുകയാണ് നമ്മുടെ ആവശ്യം. g of x. അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ 1ലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഡൊമൈൻ 1 ഇൻഫിനിറ്റി ആയി, റേഞ്ച് നാം 2 ഇൻഫിനിറ്റിയിലേക്ക് മാറ്റുന്നു. അതായത് ഡൊമൈൻ എന്നത് 1 ഇൻഫിനിറ്റിയും റേഞ്ച് 2 ഇൻഫിനിറ്റിയും ആകുമ്പോൾ നമുക്കറിയാം 1, 2 എന്ന പോയിൻ്റ് മുതലേ കർവ് വരാൻ പാടുള്ളൂ. ഇവിടെ 1 മുതൽ ഇൻഫിനിറ്റി വരെ ഡൊമൈനും 2 to ഇൻഫിനിറ്റി റേഞ്ചും വന്നു g എന്ന ഫംഗ്ഷൻ്റെ. ഈ സമയത്തുള്ള എയുടെയും ബിയുടെയും വാല്യൂ കാണുക എന്നതാണ് ചെയ്യാനുള്ളത്. എയുടെ വാല്യൂ -1, ബിയുടെ വാല്യൂ 2. ഇതാണ് നാം ഇവിടെ കണ്ടെത്തിയത്. ഇത്രയാണ് ഈ രണ്ടാമത്തെ ലാബിൽ ചെയ്യാനുള്ളത്. ഇത്ര ചെയ്യുന്നതോടെ 10 മാർക്കാണ് ഈ ലാബിൽ നിന്ന് നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ 8 മാർക്കാണ് പരമാവധി ലഭിക്കുന്നത്. ഇതേ രീതിയിൽ രണ്ടാമത്തെ വെർഷൻ AB, അവിടെയും പറയുന്നത് കൺസ്ട്രക്റ്റ് ജിയോജിബ്ര ആപ്ലെറ്റ്,
മോഡ് എക്സ്, സ്ലൈഡർ എല്ലാം സെയിം ആണ്. അതുകൊണ്ട് ആൻസറിലും കൂടുതൽ മാറ്റങ്ങളൊന്നും വരുത്താനില്ല. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൽ ഫിക്സ് വാല്യൂ എ അറ്റ് 1 B3, എ 1ലും ബി 3യിലും. സെയിം ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എ ബി എസ് എക്സ് ചോദ്യം പഴയ പോലെ മാറ്റി എ ബി എസ് എക്സ്. അതിൽ പറയുന്നത് എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 3. എയുടെ വാല്യൂ 1, എയുടെ വാല്യൂ 1ലേക്ക് നീക്കി A1 B3 ആണ്. എയുടെ വാല്യൂ 1, ബിയുടെ വാല്യൂ 3. ഇപ്പോൾ നേരത്തെ നിന്ന് ചെറിയ ഒരു വ്യത്യാസമുള്ളത് വെർട്ടിക്കലി 3 യൂണിറ്റ്സ് എബവ് എന്ന് പറയാനാവില്ല. 3 യൂണിറ്റ്സ് എബവ് എഫ് ഓഫ് എക്സ് എന്ന് പറയാം. കൂടാതെ 1 യൂണിറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് ജി ഓഫ് എക്സ് ഈസ് 3 യൂണിറ്റ്സ് എബവ് എഫ് ഓഫ് എക്സ് ആൻഡ് 1 യൂണിറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയാവുന്നതാണ്. തുടർന്ന് അതിലെ രണ്ടാമത്തെ ചോദ്യം കമ്പയർ ചെയ്ത് കഴിഞ്ഞു. വാട്ട് ഈസ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ജി ഓഫ് എക്സ്? ഡൊമൈൻ നമുക്കറിയാം. ഡൊമൈൻ എന്നുള്ളത് ജി ഓഫ് എക്സിൻ്റെ ഡൊമൈനാണ് ചോദിച്ചിരിക്കുന്നത്. ഡൊമൈൻ ക്യാപിറ്റൽ ആർ തന്നെയാണ്. റേഞ്ച് 3 to infinity എന്നാണ് ഇവിടെ എഴുതാനുള്ളത്. ദെൻ ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് ജി ഓഫ് എക്സ് കോയിൻസൈഡ്സ് വിത്ത് ദ ഗ്രാഫ് ഓഫ് മോഡ് എക്സ് പ്ലസ് 3. മോഡ് എക്സ് പ്ലസ് 3 എന്നതിൻ്റെ ഗ്രാഫ് നമുക്കൊന്ന് വരയ്ക്കാം. മോഡ് എക്സ് പ്ലസ് 3 എ ബി എസ് എക്സ് പ്ലസ് 3 മോഡ് എക്സ് പ്ലസ് 3. കമ്പയർ ചെയ്യേണ്ടത് ജി ഓഫ് എക്സ് എന്ന ഫംഗ്ഷനും മോഡ് എക്സ് പ്ലസ് 3 എന്ന ഫംഗ്ഷനും. നമുക്കിവിടെ മാറ്റാനുള്ളത് ബി എന്നുള്ളത് ആദ്യം ഒറിജിനിലേക്ക് കൊണ്ടുവന്നു, എക്സ് ആക്സിനൊപ്പത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ബി വെർട്ടിക്കൽ മൂവ്മെൻ്റാണ്. ദെൻ എ എന്നുള്ളത് എയുടെ വാല്യൂ 3. അതായത് കോയിൻസൈഡ് ചെയ്യുമ്പോൾ ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും ഓൾജിബ്രൈക്ക് വ്യൂവിൽ ഒരുപോലെ വരുന്നില്ലേ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഈ സമയത്ത് നാം ആൻസർ ആയിട്ട് എഴുതേണ്ടത് എ ഈക്വൽ ടു 3, ബി ഈക്വൽ ടു 0. ദെൻ മൂന്നാമത്തെ ചോദ്യം ഇൻപുട്ട് ബോക്സിൽ റൂട്ട് എക്സ് ആക്കി മാറ്റുന്നു. SQRT. സ്ക്വയർ റൂട്ട് എക്സ്. നേരത്തെ എച്ച് ഓഫ് എക്സ് മാറ്റിയത് ആ ചോദ്യത്തിന് വേണ്ടി മാത്രമാണ്. ഡൊമൈൻ -2, റേഞ്ച് 1 ഇൻഫിനിറ്റി. ഡൊമൈൻ -2 ഇൻഫിനിറ്റി. ജി ഓഫ് എക്സ് മൈനസ് മാറ്റാനുള്ളത് -2 ഇൻഫിനിറ്റിയാണ്. -2 മുതലാണ് വേണ്ടത്. ഇതാ ഡൊമൈൻ എന്നുള്ളത് -2 മുതൽ ഇൻഫിനിറ്റി വരെ. റേഞ്ച് 1 ഇൻഫിനിറ്റി. റേഞ്ച് അതായത് ഡൊമൈൻ എന്നുള്ളത് -2 മുതൽ ഇൻഫിനിറ്റി വരെ. റേഞ്ച് എന്ന് പറഞ്ഞാൽ 1 to ഇൻഫിനിറ്റി. ഈ സമയത്തുള്ള എയുടെയും ബിയുടെയും വാല്യൂ ആണ് നമുക്ക് കാണാനുള്ളത്. ആൻസറായിട്ട് എഴുതേണ്ടത് എ ഈക്വൽ ടു 2, ബി ഈക്വൽ ടു 1. ഇതാണ് രണ്ടാമത്തെ വെർഷനിലുള്ള ക്വസ്റ്റ്യൻ. മൂന്നാമത്തേതും ഇതേ രീതിയിൽ തന്നെയാണ്. ഫിക്സ് എ ഈക്വൽ ടു 2, ബി ഈക്വൽ ടു 2. അതുകൊണ്ട് 2 യൂണിറ്റ് എബവ് എഫ് ഓഫ് എക്സ് ആൻഡ് 2 യൂണിറ്റ്സ് ലെഫ്റ്റ് ഓഫ് എഫ് ഓഫ് എക്സ്. ഇതാണ് അവിടെ വരുന്ന മാറ്റം. നമുക്കതും ഒന്ന് ചെയ്തു നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എ ബി എസ് എക്സ്.
തുടർന്ന് ഒന്നാമത്തെ ചോദ്യം സെയിം ആയതുകൊണ്ട് കൂടുതൽ മാറ്റങ്ങളൊന്നുമില്ല. കമ്പയർ ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് എക്സ്. രണ്ടും 2ലേക്കാണ് മാറ്റേണ്ടത്. എ ഈക്വൽ ടു 2, ബി ഈക്വൽ ടു 2. ഈ സമയത്ത് സംഭവിക്കുന്നത്, അതായത് ജി ഓഫ് എക്സ് എന്നുള്ളത് 2 യൂണിറ്റ്സ് എബവ് എഫ് ഓഫ് എക്സ് ആൻഡ് ലെഫ്റ്റ് ടു എഫ് ഓഫ് എക്സ്. അതാണ് അവിടെ ആൻസറായിട്ട് എഴുതാനുള്ളത്. തുടർന്ന് ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് എ ആൻഡ് ബി സോ ദാറ്റ് ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് കോയിൻസൈഡ്സ് വിത്ത് മോഡ് എക്സ് പ്ലസ് 1. മുൻപ് ചെയ്ത പോലെ തന്നെ എ ബി എസ് എക്സ് പ്ലസ് 1 എൻ്റർ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പുതിയ ഫംഗ്ഷൻ. ഈ സമയത്ത് എഫ് ഓഫ് എക്സ് ഹൈഡ് ചെയ്യണം. ഇങ്ങനെ വരുമ്പോൾ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി. എയും ബിയും എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ബിയുടെ വാല്യൂ 1ലേക്ക് എത്തിക്കുന്നു. തുടർന്ന് എയുടെ വാല്യൂ 0ലേക്ക് മാറ്റുന്നു. ഈ സമയത്ത് കോയിൻസൈഡ് ചെയ്തു എന്ന് തോന്നും പക്ഷേ ഇവിടെ മാറ്റം വന്നിട്ടില്ല. ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും അപ്പോൾ ഒരുപോലെ വരുന്നത് വരെ നാം അത് കോയിൻസൈഡ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പോൾ രണ്ടും ഒരുപോലെയായി, ജി ഓഫ് എക്സ് എച്ച് ഓഫ് എക്സ്. അതായത് എയുടെ വാല്യൂ 0 ആണ്, ബിയുടെ വാല്യൂ 1 ആണ് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ അടുത്ത ചോദ്യം കൂടി ഒന്ന് നോക്കാം. ചേഞ്ച് റൂട്ട് എക്സ് SQRT(x). ഈ എച്ച് ഓഫ് എക്സ് നാം ഡിലീറ്റ് ചെയ്യാം. ഇനി എച്ച് ഓഫ് എക്സിന് ആവശ്യമില്ല. ഡൊമെയിൻ -1 ഇൻഫിനിറ്റി. ഡൊമെയിൻ ജി ഓഫ് എക്സിൻ്റെ ഡൊമെയിൻ -1 ഇൻഫിനിറ്റി. -1 ഇൻഫിനിറ്റി. ബി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മൂവ്മെൻ്റ് ആണ്. -1. -1 ഇൻഫിനിറ്റി ആയി. എ ഡൊമെയിൻ റേഞ്ച് -2 ഇൻഫിനിറ്റി. -2 ഇൻഫിനിറ്റി. -2 മുതൽ ഇൻഫിനിറ്റി വരെ. അതെ, ഈ സമയത്ത് ഡൊമെയിൻ -2 മുതൽ ഇൻഫിനിറ്റി വരെ, റേഞ്ച് -1 ടു ഇൻഫിനിറ്റി. ഡൊമെയിൻ -1 ടു ഇൻഫിനിറ്റി. ഡൊമെയിൻ -1 ടു ഇൻഫിനിറ്റി ആണ്. ഡൊമെയിനിൽ മാറ്റം വരുത്തണം. -1 ടു ഇൻഫിനിറ്റി ആണ്. ഡൊമെയിൻ -1 ടു ഇൻഫിനിറ്റി, റേഞ്ച് -2 ടു ഇൻഫിനിറ്റി. ഡൊമെയിൻ -1 ഇൻഫിനിറ്റി, ഡൊമെയിൻ -1 ടു ഇൻഫിനിറ്റി, റേഞ്ച് -2 ടു ഇൻഫിനിറ്റി. ഈ സമയത്തുള്ള എയുടെയും ബിയുടെയും വാല്യൂ എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു -2. ഇത്തരം കേസിൽ ശ്രദ്ധിക്കാനുള്ളത് ബി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മൂവ്മെൻ്റ് ആണെന്നും എ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആണ് എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുന്നത് കൂടുതൽ എളുപ്പമാകും. ഇതേ രീതിയിലാണ് അടുത്ത വെർഷനും വരുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലാബാണ് ലാബ് 2 ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്. ഇതിലെ തന്നെ അടുത്ത ലാബിൽ ലാബ് 3 ഡൊമെയിൻ ആൻഡ് റേഞ്ച്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.